വേനൽക്കാലത്തെ അമിത യാത്രാത്തിരക്ക് പരിഹരിക്കുന്നതിനായി രാജ്യത്തുടനീളം ബൃഹത്തായ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കി ഇന്ത്യൻ റെയിൽവേ രംഗത്തെത്തി. രാജ്യത്തെ വിവിധ സോണുകളിലായി ജൂലൈ 15 വരെ 900 സ്പെഷ്യൽ ട്രെയിനുകൾ 18,262 സർവീസ് നടത്തും. സൗത്ത് സെൻട്രൽ റെയിൽവേയിൽ 124 ട്രെയിനുകളും വെസ്റ്റേൺ റെയിൽവേയിൽ 106 ട്രെയിനുകളും ദക്ഷിണ റെയിൽവേയിൽ 72 ട്രെയിനുകളും സെൻട്രൽ റെയിൽവേയിൽ 74 ട്രെയിനുകളും നോർത്തേൺ റെയിൽവേയിൽ 76 ട്രെയിനുകളും ഓടിക്കും. കൂടാതെ ഈസ്റ്റ് സെൻട്രൽ, നോർത്ത് വെസ്റ്റേൺ, സൗത്ത് വെസ്റ്റേൺ തുടങ്ങിയ മറ്റു സോണുകളിലും പ്രത്യേക ട്രെയിൻ സർവീസുകൾ നടത്തും. പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ദീർഘദൂര ട്രെയിനുകൾക്ക് പുറമെ ഹ്രസ്വദൂര സർവീസുകളും ഉണ്ടാകും. അനുവദിച്ചവയിൽ 660 ട്രെയിനുകൾ ഇതിനകം വിജ്ഞാപനം ചെയ്തു. വേനൽക്കാലത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും മറ്റും പോകുന്നവരുടെ എണ്ണത്തിലുള്ള വർധനയും പരിഗണിച്ചാണ് റെയിൽവേ നടപടി. ഏറ്റവും കൂടുതൽ സർവീസുകൾ അനുവദിച്ചത് സെൻട്രൽ റെയിൽവേയിലാണ്. 3082 എണ്ണം. 74 തീവണ്ടികൾ ഉപയോഗിച്ചാണ് ഇത്രയും സർവീസുകൾ. ഇത്ര തന്നെ തീവണ്ടികൾ ഉണ്ടായിട്ടും ദക്ഷിണ റെയിൽവേയിലുള്ളത് സെൻട്രൽ റെയിൽവേയുടെ 1/5 സർവീസുകൾ മാത്രമാണ്. 2711 സർവീസുകളുമായി ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയാണ് രണ്ടാമത്. 64 തീവണ്ടികളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. 2245 സർവീസുകളുമായി നോർത്ത് വെസ്റ്റേൺ റെയിൽവേ, 2090 സർവീസുമായി നോർത്തേൺ റെയിൽവേ, 2078 സർവീസുമായി പശ്ചിമ റെയിൽവേ, 1184 സർവീസുകളുമായി സൗത്ത് സെൻട്രൽ റെയിൽവേ എന്നിവയാണ് പട്ടികയിൽ മുന്നിലുള്ളവ. നോർത്ത് സെൻട്രൽ 1163, നോർത്ത് ഈസ്റ്റേൺ 814, ഈസ്റ്റ് കോസ്റ്റ് 410, വെസ്റ്റ് സെൻട്രൽ 408, ഈസ്റ്റേൺ 392, സൗത്ത് ഈസ്റ്റേൺ 276, നോർത്ത് ഈസ്റ്റ് ഫോൺട്രിയർ 220, സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ 122 എന്നിങ്ങനെയാണ് മറ്റു സോണുകളിലെ സർവീസ്. തെലങ്കാനയിലെ ചർലപ്പള്ളിയിൽ നിന്നുള്ള തിരക്ക് കുറയ്ക്കുന്നതിനായി സൗത്ത് സെൻട്രൽ റെയിൽവേ ജസ്ദിഹ്, മുസാഫർപൂർ, ബൗറണി എന്നിവിടങ്ങളിലേക്ക് പുതിയ സ്പെഷ്യൽ ട്രെയിനുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏപ്രിൽ 23 മുതൽ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇതിനുള്ള ബുക്കിംഗ് ഏപ്രിൽ 20 തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. മെയ് 3 വരെയാണ് സർവീസ് ഉണ്ടാകുക. പ്രധാന നഗരങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുകയാണ് ഈ പദ്ധതിയിലൂടെ റെയിൽവേ ലക്ഷ്യമിടുന്നത്. വെയിറ്റിംഗ് ലിസ്റ്റിലെ തിരക്ക് കുറയ്ക്കാനും കൂടുതൽ പേർക്ക് ബർത്തുകൾ ഉറപ്പാക്കാനും ഈ അധിക സർവീസുകൾ വലിയ രീതിയിൽ സഹായിക്കും. യാത്രക്കാരുടെ സൗകര്യത്തിനും തിരക്കൊഴിവാക്കി സുഗമമായ യാത്ര ഉറപ്പാക്കുന്നതിനും റെയിൽവേ പ്രത്യേക മുൻഗണനയാണ് നൽകുന്നത്. സീസണിലെ തിരക്ക് മുൻകൂട്ടി കണ്ട് റെയിൽവേ നടത്തുന്ന ഈ വിപുലമായ തയ്യാറെടുപ്പുകൾ ലക്ഷക്കണക്കിന് യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബംഗാളിലും അസമിലും തമിഴ്നാട്ടിലും നിയമസഭാ തെരഞ്ഞെടുപ്പായതിനാൽ അതിഥി തൊഴിലാളികൾ നാട്ടിലേക്ക് പോയിരുന്നു. ചെന്നൈ, ബംഗളൂരു വണ്ടികളിലും മറ്റും പ്രതിവാര വണ്ടികളിലും അതിനാൽ വൻ തിരക്കാണ് ഇക്കാലയളവിൽ അനുഭവപ്പെട്ടത്. എന്നിട്ടും തുച്ഛമായ സർവീസുകൾ മാത്രമാണ് കേരളത്തിന് കിട്ടിയത്. മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്ന യാത്രക്കാർക്ക് കൺഫേംഡ് ടിക്കറ്റുകൾ ഉറപ്പാക്കാൻ ഈ നേരത്തെയുള്ള പ്രഖ്യാപനം സഹായിക്കുമെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ ട്രെയിനുകൾ ഘട്ടം ഘട്ടമായി പ്രഖ്യാപിക്കുമെന്നും റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ പ്രധാന റെയിൽവേ സോണുകളെയും ഉൾപ്പെടുത്തിയാണ് സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ മംഗളൂരുവിൽ നിന്ന് കേരളം വഴി തമിഴ്നാട്ടിലേക്ക് പോകുന്നവർക്ക് ഇത്തവണ ബമ്പർ അടിച്ചിട്ടുണ്ട്. മംഗളൂരു സെൻട്രൽ പോത്തന്നൂർ ജംഗ്ഷൻ വൺ വേ സ്പെഷ്യൽ എക്സ്പ്രസ് സർവീസ് റെയിൽവേ പ്രഖ്യാപിച്ചു. വേനൽക്കാല അവധി പ്രമാണിച്ച് ട്രെയിനുകളിലെ അമിത തിരക്ക് കണക്കിലെടുത്താണ് ഈ സർവീസിന്റെയും പ്രഖ്യാപനം. ഏപ്രിൽ 24 രാത്രി മുതൽ ഇതിന്റെ സർവീസ് ആരംഭിച്ചു. രാത്രി 11 പുറപ്പെടുന്ന ട്രെയിൻ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട് വഴി തമിഴ്നാട്ടിലെ പോത്തന്നൂരിലേക്കാണ് സർവീസ് നടത്തുന്നത്. മംഗളൂരു സെൻട്രലിൽ നിന്ന് പുറപ്പെട്ട അടുത്ത ദിവസം രാവിലെ 6:15 പോത്തന്നൂർ ജംഗ്ഷനിൽ എത്തിച്ചേരുന്ന രീതിക്കാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. 2 AC 2 ടയർ കോച്ചുകൾ, 8 AC 3 ടയർ കോച്ചുകൾ, 6 സ്ലീപ്പർ ക്ലാസ് കോച്ചുകൾ, 4 സെക്കൻഡ് ക്ലാസ് ജനറൽ കോച്ചുകൾ, 1 സെക്കൻഡ് ക്ലാസ് കോച്ച് കം ലഗേജ് ബ്രേക്ക് വാൻ കോച്ച്, 1 ജനറേറ്റർ കാർ കോച്ച് എന്നിങ്ങനെയാണ് സമ്മർ സ്പെഷ്യൽ ട്രെയിനിലെ കോച്ചുകളുടെ ക്രമീകരണം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.